മഹാനായ ലുഖ്മാൻ റഹിമഹുല്ലാഹ് തന്റെ മകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യാ ബുനയ്യ, മോനെ, ഇന്നഹാ ഇൻദകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദ്. ഭൂമിയിലോ ആകാശത്തോ എവിടെയെങ്ങാനും ഒരു ചെറിയ അണുവിന്റെ അത്രയുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വരെ പടച്ചോൻ കൊണ്ടുവരും. എവിടെയാണ് അത്? പാറക്കല്ലിന്റെ ഉള്ളിലാകട്ടെ, ഭൂമിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും ആവട്ടെ, ആകാശത്താവട്ടെ, അത് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കാൻ കഴിയില്ല. ഇത് വല്ലാത്തൊരു വാക്കാണ്. ഈ ഒരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാത്തത് കൊണ്ടാണ് ഇന്ന് തിന്മകൾക്കെല്ലാം കൂട്ടുകൂടിയിട്ട് അതിലൊരു വിഹിതം വെച്ച് മുസ്ലിങ്ങളായ ആൾക്കാരും ഏറ്റെടുക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് MDMA ഇതിന് കച്ചവടത്തിന് നമ്മുടെ പേരുകളാണ് ധാരാളമുള്ളത്. മദ്യപാനികളിൽ നമ്മുടെ പേരാണുള്ളത്, ഒളിച്ചോട്ടത്തിൽ നമ്മുടെ പേരുകളാണുള്ളത്. എന്തുകൊണ്ട്? പരലോകത്തെ പറ്റിയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറി വരാത്തതാണോ? നിങ്ങൾ നോക്ക്, അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഖ്ഫ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. സൂറത്ത് ആൽ ഇംറാനിന്റെ 5-ാമത്തെ വചനം. അല്ലാഹുവിൽ നിന്ന് ഒരു കാര്യവും ഒരാൾക്കും മറച്ചു വെക്കാൻ കഴിയില്ല. ഇന്റർനെറ്റിൽ നമ്മുടെ ഒരു സൈറ്റിൽ കയറുന്നു, ആരും കാണില്ല. ഞാനൊരു അടച്ചിട്ട റൂമിൽ കയറിയിരുന്നിട്ട് ഏത് വൃത്തികെട്ട സൈറ്റിലേക്ക് കയറിയിട്ട് ഞാൻ എന്ത് കാണുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ കൃത്യമായി കാണുന്ന ഒരു പടച്ചവരുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളെ വേട്ടയാടേണ്ടതുണ്ട്. ഒരു വിചാരം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു കരുതൽ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇത് വല്ലാത്തൊരു കരുതലാണ്. അതാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നിങ്ങൾ നോക്ക്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവിഹിതത്തിലേക്ക് സുലൈഖ ക്ഷണിക്കുന്നുണ്ട്. വല്ലാത്തൊരു പ്രയോഗമാണ്, നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹ് ഇത് പറഞ്ഞു തരുന്നുണ്ട്. വാതിലുകൾ അടച്ചു, 4 ചുമരുകൾക്കിടയിൽ മാത്രം നടക്കുന്ന ഒരു രഹസ്യം, ആരും കാണില്ല. വാതിലുകൾ അടച്ച് എന്നിട്ട് പറയുന്നു, സുലൈഖ പറഞ്ഞു, ഹൈതലക്ക്, വരൂ, വാ വാ. ഒരു സൗന്ദര്യമുള്ള കുലീനതയുള്ള ഒരു സ്ത്രീയാണ് വളരെ രഹസ്യമായ ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത്. എന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം, മഅദല്ലാഹ്, മഅദല്ലാഹ്.